പീതാംബരങ്കരവിരാജിതശങ്കരക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം ബാലാലേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ മത്തായിരിക്കുന്ന ദോപദേശമാണ് ഏറ്റവും പ്രധാന ഭാഗമാണ് കേട്ടോ. ഭാഗവതത്തിൽ പറഞ്ഞ കഥകളൊക്കെ എന്തിനാ വെച്ചാൽ ഭക്തി ഉണ്ടാവാനാണ്. കഥകൾക്കല്ല പ്രാധാന്യം എന്ന് ഓർക്കണം. അവന് കൊടുക്കുന്ന പരമപ്രധാനമായ ഭാഗവതം എന്തിനു വേണ്ടി എഴുതി വെച്ചാൽ അത് ദോപദേശത്തിലാണ് പറയണത്. അതാണ് ഉദ്ദേശം ഭാഗവതത്തിന്. അതിനു വേണ്ടി മറ്റ് കഥകൾ നമ്മുടെ മനസ്സിനെ പാകാക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇതിനാണ് പ്രാധാന്യം. ഇത് മനസ്സിലാക്കാനാണ് ഭാഗവതം. ഇപ്പം എന്തായാലും ഏതേത് സംഗതികളിൽ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ശക്തികൾ വിളങ്ങുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. വൃക്ഷങ്ങളിൽ വെച്ചിട്ട് അരയാൽ, പക്ഷികളിൽ വെച്ചിട്ട് ഗരുഡൻ, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ 14 ലോകവും ബുദ്ധമായ എൻ്റെ ഒരു ചെറിയ അംശമാണ് കേട്ടോ. അപ്പം ഞാൻ എവിടെ നിൽക്കണോ അത് ആർക്കാ മനസ്സിലാക്കാൻ പറ്റുക? ഏറ്റവും നല്ലതൊക്കെ അറിയില്ല, സമ്മതിക്കല്ലേ. ഇത്ര എളുപ്പം കഴിഞ്ഞു. കാരണം അതൊന്നും നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അണുവായ നമുക്ക് എങ്ങനെ ആ ശക്തി അറിയാൻ കഴിയും? അപ്പം അറിയാൻ കഴിയില്ല എന്ന അറിവ് തന്നെ ഏറ്റവും നല്ലൊരു അറിവാണ്. അതാണ് ഏറ്റവും നല്ല അറിവ്. ഭഗവാനെ പറ്റി ഏറ്റവും നല്ല അറിവ് എന്താ അറിവ്? അറിയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അയാൾ മനസ്സിലാക്കി നിർത്തണം. അതാണ് കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള മനുഷ്യന്മാർ എങ്ങനെയൊക്കെ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, അത് വർണ്ണാശ്രമധർമ്മങ്ങൾ സപ്തമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുകയാണ്. ചില കാര്യങ്ങളും അങ്ങനെയാണ്. പുരാണങ്ങളിലെ ആവർത്തനങ്ങൾ ഇഷ്ടം പോലെ വരും. എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും കൂടി ഉറയ്ക്കാനാവാം. ലോകത്തിന് വേണ്ട കാര്യമാണ് എന്നുള്ളതുകൊണ്ട് വീണ്ടും പറഞ്ഞതാണ്. എല്ലാതും ഇതുങ്ങളാവണം ഉദ്ദേശം എന്നുള്ളത് കൊണ്ടൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. മുമ്പ് പറഞ്ഞതാണെങ്കിലും ഭക്തിയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇതിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 വർണ്ണങ്ങൾ. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, 4 ജീവിതഘട്ടങ്ങളാണത്. ഇതിനെ പൊതുവെ ആശ്രമങ്ങൾ എന്ന് പറയും. എന്താ ആശ്രമം എന്ന് പറയാത്ത വെച്ചാൽ കുറേ സന്യാസിമാരൊക്കെ ഭക്ഷണം വെച്ച് ജീവിച്ച് കഴിച്ച് കൂട്ടുന്ന ഒരു സ്ഥാപനം എന്ന ആശ്രമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക. അവിടെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ. അതല്ല ഇവിടെ ആശ്രമം വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥത്തില്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഘട്ടമാണ്, ജീവിതഘട്ടം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു രീതിയോ. എന്തായാലും ആശ്രമം അല്ലെങ്കിൽ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സംഗതിയല്ല. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ ഏകദേശം ഒരു ജീവിതഘട്ടം എന്നർത്ഥം. ആശ്രമം എന്നതിനവിടെ അതാണ് അർത്ഥം വരിക. അപ്പോൾ ഇവിടെ വിപ്രക്ഷത്രിയ, വിക്ഷൂദ്ര, മുഖബാഹൂരു, പാദജ, ഈ 4 വർണ്ണങ്ങൾ മിക്കവാറും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണർ, കൈകളിൽ നിന്ന് ക്ഷത്രിയർ, തുടകളിൽ നിന്ന് വൈശ്യർ, പാദത്തിൽ നിന്ന് ശൂദ്രർ. ചില ആൾക്കാർ ഈ ആകാശമായിട്ട് വരുമ്പോഴേക്കും കോട്ടായിടണവരുണ്ട്. ഇതൊക്കെ ഇപ്പം എന്താ? പക്ഷെ ഇതല്ലേ അറിയേണ്ടത്. ഒക്കെ ആദ്യം തന്നെ പറയുമ്പോൾ ഒട്ടും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് കുറേ കഥകൾ പറഞ്ഞിട്ട് ഇതിനെ വെച്ചു. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധ പാലിക്കേണ്ടത് എന്ന് വെച്ചാൽ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ശരിക്ക് ജാതി. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണകർമ്മ വിഭാഗശ, ജന്മകർമ്മ വിഭാഗശ അല്ല. ഒരാളുടെ പ്രവൃത്തി, ഗുണം, വാസന, ഇത് അനുസരിച്ചിട്ടാണ് ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് നിശ്ചയിക്കുന്നത്.
അങ്ങനത്തെ ഏതൊരാൾക്ക് ആണോ ബ്രാഹ്മണ്യുള്ളത് അവൻ ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായതാണ്. സമുദായം എന്നർത്ഥമല്ല ഇവിടെ, സമുദായമല്ല വർണ്ണം. ഓർക്ക് സമുദായ ഉദ്ദേശമില്ല, ജനനം കൊണ്ടല്ല. ഗുണകർമ്മ വിഭാഗശ ഗീതയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഗുണവും കർമ്മവുമാണ്, ജന്മകർമ്മ എന്ന് പറഞ്ഞില്ല. ഏതൊരാൾക്ക് യുദ്ധകാംക്ഷ ഉണ്ടോ, യുദ്ധസാമർഥ്യം ഉണ്ടോ, അവൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ക്ഷത്രിയനാണ്. നോ ജാതി, സമുദായ ജനനമല്ല. അങ്ങനെ ക്ഷത്രിയന്മാരെ നമുക്ക് കാണാൻ പറ്റുമോ? ഒക്കെ പണ്ട്. പിന്നെ വൈശ്യൻ, കച്ചവടങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്നവൻ, വാസന ഏതൊരാൾക്കുണ്ടോ അവൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് ജനിച്ച വൈശ്യനാണ്, വൈശ്യ സ്വഭാവമാണ്. ഗുണകർമ്മ വിഭാഗശ. ഏതൊരാൾ മറ്റൊരാളുടെ ദാസ്യപ്രവൃത്തിയും അയാൾക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ടോ അയാൾ ശൂദ്രനാണ്. അതുകൊണ്ട് ഈ 4 പ്രവൃത്തികളും ഒന്നിനേക്കാൾ മെച്ചമാണോ മോശമാണോ എന്ന് ധരിക്കരുത്. അങ്ങനൊരു വിവക്ഷ ഇല്ല, ഒരിക്കലുമില്ല. തത്വം ആലോചിച്ചറിയാപ്പോൾ സേവനം ചെയ്യാൻ തൽപരത ഉള്ള വ്യക്തികളില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ നടക്കും? ആലോചിച്ച് നോക്കൂ. അലക്കിയ വസ്ത്രം ഉടുത്തിട്ടാണ് ആ അലക്കുകാരനോട് അത് തൊടാതെ അവിടെ വെക്കാൻ പറയണത്. അവിടെ വെച്ചോളൂ. അതിനെന്തർത്ഥമുള്ള? അയാൾ അലക്കിയതല്ലേ നമ്മൾ ഉടുക്കാൻ പോണത്. അപ്പോൾ അത് ഉടുക്കാൻ നമ്മൾ പോണത് അലക്കാൻ അയാൾ അവിടെ ഉണ്ടാവുകൊണ്ടാണ്. ഇന്ന് അലക്കുകാരനല്ല, ഡ്രൈ ക്ലീനാണെന്ന് മാത്രമേ ഉള്ളൂ. സംഗതി അവിടെ നടക്കുന്നുണ്ട്. അയാളില്ലെങ്കിൽ നമ്മളെങ്ങനെ വസ്ത്രങ്ങൾ അലക്കും? നമുക്ക് സേവ ചെയ്തിട്ട് ഓരോ സുഖം സൗകര്യവും നമ്മൾ അനുഭവിക്കണം. അവരവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ സുഖം എങ്ങനെ, സൗകര്യം നമ്മൾ അനുഭവിക്കണത്? അപ്പോൾ അവർക്ക് ഒരു താഴ്ചയൊന്നുമില്ല. അവരവരുടെ പ്രവൃത്തി ചെയ്യണു, അത്രയേ ഉള്ളൂ. സേവനോത്സുകത ഒരു നല്ല ഗുണമായിട്ടാണ് പറയണത്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളവർ ശൂദ്രരെന്ന് പേരിട്ടു എന്ന് മാത്രം. അതിന് കൊടുത്ത വ്യാഖ്യാനം ശുചാൽ ദ്രവതേ ഇത് ശൂദ്ര. ഏതൊരാൾക്കാണോ ശുദ്ധിയില്ലാത്തത്, തെറ്റ്. ആ ഒരു വ്യാഖ്യാനത്തിനോട് ഒരു വിഭാഗം യോജിക്കുന്നില്ല. ഞങ്ങൾ പറയാ മറ്റൊരാൾക്ക് ശുദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നവർ ശൂദ്രർ. ആ വാക്കിനെ എങ്ങനെ ഇത് വരികയെന്നറിയില്ല. നിഷ്പത്തിയും ഇതൊക്കെ പോട്ടെ, അതെങ്ങനെയോ വന്നോട്ടെ. നമ്മൾ കൊടുക്കണ അർത്ഥം ശൂദ്രൻ ഉണ്ടാവുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ശുദ്ധമായിട്ട് നടക്കാൻ പറ്റുന്നത്. അവർ വസ്ത്രം അലക്കിയതുകൊണ്ടാണ് വിലക്കിയ വസ്ത്രം നമ്മൾ ഉടുക്കണത്. അല്ലെങ്കിൽ എങ്ങനെ ഉടുക്കുക? അവർ നേരത്തെ കുളിക്കാത്തതുകൊണ്ട് ആവാം നമുക്ക് നേരത്തെ കുളിക്കാൻ പറ്റുന്നത്. അവരും കുളിക്കാൻ പുറപ്പെട്ടാലോ? അപ്പോൾ അവർ മറ്റുള്ളവർക്ക് ശുദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ശ്രേഷ്ഠമായ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടും കുറവുള്ള പ്രവൃത്തിയല്ല. അവരങ്ങനെ നിൽക്കൊണ്ടാണ് നമുക്ക് ഈ കേമത്വം ഉണ്ടാവുന്നത് എന്ന് അറിയണം. അപ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്ന് കൃഷി, ഗോരക്ഷ, വാണിജ്യം അതിൽ തൽപരരായിട്ടുള്ളവരില്ലെങ്കിൽ ഈ ലോകത്തിൽ ഭക്ഷണം ഉണ്ടാവുമോ? കടയിൽ നിന്ന് വാങ്ങണ അരി എവിടെ ഉണ്ടാവണം? പാടത്താണ്. ഏതോ ഒരാൾ പറഞ്ഞ പോലെ കൃഷിക്കാരൻ കൃഷിസ്ഥലത്ത് കാല് വയ്ക്കുകൊണ്ടാണ്, ചേറിൽ കാല് വയ്ക്കുകൊണ്ടാണ് കൈകൊണ്ട് നമ്മൾ ചോറ് വാരി ഉണ്ണുന്നത്. മറക്കാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതുണ്ട്. വിൽക്കാൻ താല്പര്യമുള്ള വൈശ്യൻ ഉണ്ടാവുകൊണ്ടാണ് അതൊരു സേവനം തന്നെയാണ്. അതിന് ന്യായമായിട്ടുള്ള ലാഭം എടുക്കുന്നത് തെറ്റല്ല. അവരുണ്ടാവുകൊണ്ടാണ് നമുക്ക് സാധനം വാങ്ങാൻ കഴിയുന്നത്. അപ്പം അങ്ങനത്തെ വാസനയുള്ളവർ ഭഗവാന്റെ കൈകളിൽ നിന്ന്, തുടയിൽ നിന്നാണ് ജനിച്ചത്. അവരാണ് വൈശ്യർ. യുദ്ധം ചെയ്തിട്ട് ശത്രുക്കളെ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചില്ലെങ്കിലോ? യുദ്ധം രാജ്യം ബാക്കി ഉണ്ടാവുമോ? അല്ലെങ്കിൽ വിദേശ ശക്തികൾ കൈയടക്കാൻ വഴി കാത്തും കൊണ്ടായിരിക്കണം. അപ്പം ക്ഷത്രിയർ മോശക്കാരല്ല, ബ്രാഹ്മണർ മോശക്കാരല്ല. ബ്രാഹ്മണർ
ഗായത്രി ജപം, സന്ധ്യാവന്ദനം, വേദജപം അവർ വെറുതെ അത് ചെയ്യണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള അവരുടെ പ്രവൃത്തികൾ ഉള്ളതുകൊണ്ട് ഈ 3 കൂട്ടർക്കും ശാന്തി ലഭിക്കുന്നു. ഗായത്രി ജപം, സന്ധ്യാവന്ദനം, വേദാധ്യയനം മുതലായ നിഷ്ഠകൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ ഒരാൾ ഒരു ദേശത്തുണ്ടായാൽ ആ ദേശം മുഴുവൻ ബാക്കി 3 ആൾ അവരുടെ ജോലി ചെയ്യുന്നതിന് അവർക്ക് സൗകര്യം ലഭിക്കുന്നവരാണ്. ഒരിക്കലും നിഷ്ക്രിയരായിട്ടുള്ളൊരു കൂട്ടരായിട്ട് ബ്രാഹ്മണരെ കാണാൻ പറ്റില്ല. യഥാർത്ഥ ബ്രാഹ്മണരാണെങ്കിൽ അവരുടെ ധർമാനുഷ്ഠാനം അവർ ഭഗവാന്റെ മുഖത്ത് നിന്നുണ്ടായി. ഭഗവാന്റെ കാല് നിന്നുണ്ടായ ശൂദ്രർ എങ്ങനെ പിന്നാക്കാവും? ഭഗവാന്റെ കാലാണ്, ഓർക്കണം, നമ്മുടെ കാലല്ല. നമ്മുടെ കാല് തല വയ്ക്കുന്നിടത്ത് കാല് വയ്ക്കരുത് എന്ന് പറയാനേ പറ്റൂ. ഈശ്വരൻ്റെ പാദമോ? അങ്ങനെയാണോ? യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം. ഏത് ശരീരാവയവങ്ങളെക്കാൾ യോഗികൾക്കും ഭക്തന്മാർക്കും ഇഷ്ടം ഭഗവാന്റെ പാദമാണ്. അത് മുക്തിഭാജാൻ നിവാസവുമാണ്. മുക്തിയുള്ളവർക്ക് ആവാസസ്ഥാനവും ഭക്തന്മാർക്ക് സർവം പിശുക്ക് കൂടാതെ വർഷിക്കണതുമാണ്. ആ പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രർ എങ്ങനെ പിന്നാക്കാവും? അത് ശരിയല്ല. ശൂദ്രർ എന്നൊരു പേര് മാത്രമാണ്. അവരുടെ പ്രവൃത്തി ചെയ്യുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മണർ മുഖത്തു നിന്നുണ്ടായി ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന അവർ ശ്രേഷ്ഠർ തന്നെയാണ്. ക്ഷത്രിയർ ബാഹുബലമുള്ളവരാണ്, അവരുകൊണ്ട് ലോകം രക്ഷിക്കും, അവരും ശ്രേഷ്ഠരാണ്. വൈശ്യർ കച്ചവടം ചെയ്യുകൊണ്ടാണ് ബാക്കി 3 കൂട്ടർക്കും വേണ്ട സാധനങ്ങൾ, പാല് മുതലായിട്ടത് കിട്ടണത്. ബ്രാഹ്മണർക്ക് ഹോമം നടത്തണം വെച്ചാൽ നെയ്യ് വേണം, വേണ്ടേ? നെയ്യ് പാലിൽ നിന്നാണ് കിട്ടുന്നത്. പാല് എവിടെ നിന്നാണ് കിട്ടണത്? വൈശ്യർ വളർത്തിക്കൊണ്ടുവരുന്ന പശുവിൽ നിന്നാണ് കിട്ടണത്. അപ്പം ഇത് അന്യോന്യം ആശ്രയിച്ചിട്ടാണ് ഈ 4 വർണ്ണങ്ങൾ നിൽക്കുന്നത്. ഒരു കൂട്ടരെ വേണ്ട എന്ന് വെക്കാൻ ശരിക്കും ആർക്കും പറ്റില്ല. ബ്രാഹ്മണരുടെ തപസ് നമുക്ക് ശാന്തി തരുന്നു. ആ തപസ്സിന് വേണ്ട വസ്തുക്കൾ വൈശ്യർ കൊടുക്കണം. ഒക്കെ അന്യോന്യം ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണാം. അപ്പോൾ വേദാധ്യയനം, സന്ധ്യാവന്ദനം, ഈശ്വരഭാവം, ഗായത്രി ജപം മുതലായിട്ടുള്ള ധർമ്മങ്ങളാണ് ബ്രാഹ്മണർ അനുഷ്ഠിക്കേണ്ടത്. ഇനി അവരുടെ ധർമ്മങ്ങൾ, ക്ഷത്രിയർ അവരുടെ ബാഹുബലം നോക്കി രാജ്യത്തിന് വേണ്ടി ജീവൻ തിരിച്ച് ജീവൻ മൃത്യു വഹിക്കുന്നത് അവർക്ക് സ്വർഗകരം ആണ്. ആ മരണം ഒരിക്കലും കരയാനുള്ളതല്ല. ദുഃഖിച്ച് കരയരുത് യുദ്ധത്തിൽ മരിച്ചാൽ എന്നാണ്. നല്ലൊരു മരണമായിട്ട് അത്രയത് ദുർമരണമല്ല. യുദ്ധത്തിൽ മരിച്ചാൽ ദുർമരണമല്ല, ആക്സിഡൻറ്റിൽ മരിച്ച പോലെയല്ല. സ്വർഗത്തിലേക്ക് പൂള്ള വാതിലാണ്. അതാണ് ഇപ്പോൾ ആചാരവേളി സൈന്യത്തോട് ബഹുമതിയോട് കൂടിയിട്ട് സംസ്കരിക്കണം. യുദ്ധത്തിൽ മരിച്ചാൽ സങ്കടപ്പെട്ട് കരയരുത്, മാർത്തടിക്കരുത് എന്നാണ് പറയുന്നത്. സങ്കടം ഉണ്ടാവും, പക്ഷേ മാർത്തടിച്ചിട്ടൊന്നും കരയേണ്ട ഒരു സംഗതിയില്ല, ഭാഗ്യമാണെന്നാണ് പറയുക. അത് അവരുടെ ധർമ്മമാണ്. അതിന് തയ്യാറുള്ളവരെ അതിന് പോകാൻ പറ്റുള്ളൂ. വൈശ്യനാവണു, കച്ചവടം ന്യായമായിട്ട് ചെയ്യണു, ചെറിയൊരു ലാഭം എടുക്കണു, ആരെയും വഞ്ചിക്കാണ്ട് എടുക്കണു, ശൂദ്രൻ സേവകളും ചെയ്യണം. ഇതിലൊരു ധർമ്മം മറ്റേ ധർമ്മമായിട്ട് സാധാരണ നിലയ്ക്ക് മാറി വരരുത് എന്ന് പറയും. അതിലാണ് ഈ കച്ചവടം ബ്രാഹ്മണന് നിഷിദ്ധമാണ്. ഭക്ഷണം ഒരു കാലത്തും പൈസയ്ക്ക് വിൽക്കരുത്. അന്നദാനേ ഉള്ളൂ പാടൂ. പണ്ടൊക്കെ ഭാരതത്തിൽ ഈ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മീൽസിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു. ടേക്ക് ടോക്കൺ ബിഫോർ മീൽസ് കാണാം നമ്മൾ ഹോട്ടലിൽ ചെന്ന. ഇല്ലേ, കേരളത്തിൽ 80 രൂപ മുതൽ 200-300 റുപ്യ വരെയൊക്കെയുള്ള ഭക്ഷണം ഒരു ഊണുണ്ട്. ആലോചിച്ച് നോക്കിയാൽ. അന്നം എന്ന് പറയുന്നത് ദാനമായിട്ട് കൊടുക്കലാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ പല ക്ഷേത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അന്നദാനം. ഒരുപാട് ക്ഷേത്രത്തിൽ അന്നദാനമാണ്. ഐശ്വര്യമുണ്ട് അവിടെയൊക്കെ. ഇപ്പം മൂകാംബി, ഗുരുവായൂർ, വല്ല നഷ്ടം അവർക്ക് വരുന്നുണ്ടോ? ഒരു നഷ്ടവും വരില്ല. അന്നദാനത്തിന് പിരിവ് അതിലേറെ കിട്ടുന്നുണ്ട് എന്നാണ് അനുഭവമാണ് പലരുടെയും. അപ്പോൾ ഭക്ഷണം കച്ചവടം ചെയ്യാനുള്ളതല്ല, ദാനമായിട്ട് കൊടുക്കണം. ഇനി ബ്രാഹ്മണൻ കച്ചവടം ചെയ്യരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണൻ കച്ചവടം അല്ലാത്ത ഒന്നും ചെയ്യാൻ പാടൂ, കച്ചവടം ചെയ്യരുത്. അപ്പോൾ അവിടെ 2 തെറ്റുണ്ട്. വെജിറ്റേറിയൻ ബ്രാഹ്മിൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 2 തെറ്റായി. ഒന്ന് ഭക്ഷണം കച്ചവടം ചെയ്യുക, ബ്രാഹ്മണൻ കച്ചവടം ചെയ്യുക. ബ്രാഹ്മണ കാപ്പി ചാപ്പാട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 2 തെറ്റുണ്ട് അവിടെ. ബ്രാഹ്മണൻ കച്ചവടം ചെയ്യണു, ഭക്ഷണം കച്ചവടം ചെയ്യണു, ശരിയല്ല.
അപ്പോൾ 4 ധർമ്മങ്ങളെ പറഞ്ഞു. ഇനി ഘട്ടങ്ങളാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി. മനുഷ്യൻ്റെ 25 വയസ്സ് വരേക്ക് ബ്രഹ്മചര്യം, വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല. ആ കാലത്ത് നമ്മൾ കുറച്ച് പഠിക്കുക എന്നാണ്. പണ്ട് കാലത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ചുള്ള അറിവുണ്ടാവുക, എല്ലാ രീതിയിലും ജീവിക്കാനുള്ള അറിവാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് മാത്രം മേടിക്കാനുള്ള പഠിപ്പല്ല. കുറച്ച് ഈശ്വരകാര്യങ്ങൾ, ആത്മീയം, എന്തിനാണ് നമ്മളിവിടെ വന്നതെന്നോ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നോ ഒക്കെ മനസ്സിലാക്കി ഇനി ജന്മെടുക്കാത്ത വിദ്യയും കൂടി പഠിപ്പിക്കും പണ്ട്. ആണ് ബ്രഹ്മചാരി അല്ലെങ്കിൽ ബ്രഹ്മചര്യം. ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ഈശ്വരജ്ഞാനം പഠിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ച് അധികവും ഗുരുകുലവാസത്തിലാവും വിദ്യാഭ്യാസം ഉണ്ടാവുക. അപ്പോൾ ഈ വേഷവിധാനത്തിലോ സംഗീതാദികളിലോ ഭക്ഷണത്തിലൊന്നും അധികം താല്പര്യം പാടില്ല. ഇതേ കിട്ടിയേച്ചാൽ കഴിക്കുക, എവിടെ തരായച്ചാൽ കിടക്കുക, എങ്ങനെയച്ചാൽ അങ്ങനെ കിടക്കുക എന്നല്ലാണ്ട് അതിലൊന്നും നിർബന്ധമില്ലാണ്ട് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഉണ്ടാവണം. അവനേ വിദ്യ ഉണ്ടാവും. അതിനൊരു കഥ തന്നെ പറയും. പണ്ട് എന്നും ഈ നെയ്യ് ഒരു വിദ്യാർത്ഥിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അവനതൊക്കെ കഴിക്കും. ഒരു ദിവസം കുട്ടി പറഞ്ഞു, ഇന്ന് എന്താണ് ഈ നെയ്യിന് ആവണക്കണ്ണയുടെ സ്വാദാണല്ലോ അമ്മേന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പഠിച്ചത് മതി, ഇതുവരെ കണക്ക് വിളമ്പി തന്നതും ആവണക്കെണ്ണയാണ്. പക്ഷേ പഠിച്ചിൻ്റെ ആ ശ്രദ്ധ, പഠിപ്പിൻ്റെ ശ്രദ്ധയിൽ നീ അത് അറിഞ്ഞില്ല. ഇപ്പം നീ എന്തായി, സ്വാദിൽ വന്നു ശ്രദ്ധ. അപ്പം അധികം ഈ സ്വാദുകളിൽ ശ്രദ്ധ വന്നാൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. അത്ര ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങി എന്നർത്ഥം. എന്താണ്, ഇന്ദ്രിയങ്ങൾക്കൊന്നും അധികം അടിമപ്പെടാത്ത വിധത്തിൽ പൂർണ്ണമായിട്ട് ഗുരുവിനെ ശുശ്രൂഷിച്ച വിദ്യ സ്വായത്താക്കുക. അതാണ് ബ്രഹ്മചര്യം. പിന്നെ ഗൃഹസ്ഥാശ്രമമാണ്. സ്വവർണത്തിൽപ്പെട്ടിട്ടുള്ള അച്ഛനമ്മമാർ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക. ഭാര്യാം സവർണാം എന്ന് പറയുന്നുണ്ട്. തൻ്റെ വർണ്ണത്തിൽപ്പെട്ടിട്ടുള്ള ആളെ. മിശ്രവിവാഹമൊന്നും പണ്ട് കാലത്തൊന്നും അനുകൂലിച്ചിരുന്നില്ല. അതിനൊക്കെ കാര്യങ്ങളുണ്ട്, വേറെ വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറയില്ല. ഇവിടെ പറയണു സവർണം, അതാണ് നല്ലത്. പല കാര്യങ്ങളിലും പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പം അത് വിയോജിപ്പില്ലാണ്ട് പോകാനാണ് ഈ സവർണം എന്ന് പറഞ്ഞത്. അച്ഛനമ്മമാർ നിർദ്ദേശിക്കുന്ന വിധത്തിൽ. കാരണം അവരുടെ ഒരു ശാപം നമുക്കുണ്ടാവരുത്. ഇതുവരേക്ക് ആക്കി തീർത്തത് അവരാകുമ്പോൾ ഈ കുട്ടിയുടെ ജീവിതത്തിൽ അവർക്കൊരു അഭിപ്രായം നമ്മൾ കൊടുക്കണ്ടേ? ഏതായ എന്താ, അപ്പം അവർ പറഞ്ഞതല്ലേ നല്ലത്. ഒക്കെ ഒന്ന് തന്നെയാണ്. നമ്മളിഷ്ടപ്പെട്ടത് സ്വർണം, മറ്റതിലൊക്കെ കാര്യം എന്നൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു വോയിസ് അതിൽ കൊടുക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ജീവിക്കുക. ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ പ്രത്യേകിച്ച് വേറൊരുത്തിയിൽ പറയും, അഹിംസ ചെയ്യാതിരിക്കുക, ഒരു ജീവിയെ ദ്രോഹിക്കാതിരിക്കുക, ശ്രാദ്ധം മൂട്ടുക, അത്യാവശ്യം തീർത്ഥയാത്ര, നല്ല സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണുക, ഗൃഹസ്ഥൻ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഓണം, വിഷു, തിരുവാതിര, ഇതൊക്കെ അനുഷ്ഠാന ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ആഘോഷത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അനുഷ്ഠാനം. ഓണത്തിന് വാമനാവതാര മൂർത്തിയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. വിഷു എന്ന് പറയുന്നത് അയനം മാറുകയാണ്. സൂര്യന് പ്രാധാന്യമുള്ളൊരു ആഘോഷമല്ല, ആചാരമാണ് വിഷു. ശിവന് പ്രാധാന്യമുള്ളതാണ് തിരുവാതിര. അപ്പോൾ അനുഷ്ഠാന പ്രാധാന്യത്തിൽ ആചാരങ്ങൾ ചെയ്യുക. മരിച്ചുപോർക്ക് ശ്രാദ്ധം ഊട്ടുക. പൊതുവേ ഗൃഹസ്ഥന് പറഞ്ഞ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. ഗൃഹസ്ഥൻ സന്യാസിയെ പോലെ ജീവിച്ചാൽ ശരിയാവില്ല. 7 നേരവും 10 ഡാക്ടർമാരായിട്ട് ധ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ല. മറ്റൊക്കെ സമൂഹത്തിലെ ഒരു അംഗമാവണം, വിവാഹത്തിന് പങ്കെടുക്കണം, മരിച്ചതിലേക്ക് പോകണം, അത്യാവശ്യ ആഘോഷങ്ങളും നാട്ടിലും വേണ്ടപ്പെട്ടതിക്കില്ല താൻ അതിലത്തെ ഒരാളായി മാറണം. ഇതൊക്കെ ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അതിനുശേഷം കുറച്ചാണ് കഴിഞ്ഞു, ഒരു 60-50 സന്യാസമായി. അപ്പോൾ നമ്മൾ കുറേശ്ശെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇനിയൊക്കെ മക്കളായിക്കോട്ടെ, കാര്യം നടത്തലൊക്കെ മക്കളാവും. നമ്മൾ ഈശ്വര കാര്യത്തിലേക്ക് ഒന്നും കൂടി മുഴുകുക. എല്ലാ കല്യാണത്തിനും എല്ലാ മീറ്റിങ്ങിനും സർവ്വതരത്തിലുള്ള അതിനൊന്നും പങ്കെടുക്കണം എന്നൊന്നുമില്ല. ചിലതിനൊക്കെ മക്കളെ അയക്കുക, ഇനി അവരാവട്ടെ. സത്സംഗ സമിതിയോ തീർത്ഥയാത്രയോ ഈശ്വരകാര്യങ്ങളോ ഭാഗവതോ സപ്താഹമോ ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഈശ്വര കാര്യങ്ങളിൽ വരിക, മറ്റു കാര്യങ്ങൾ കുറയ്ക്കുക. ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ആവാം, രാജ്യസേവയോ സമൂഹ സേവനോ ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. വയസ്സായി കഴിഞ്ഞാൽ മെല്ലെ 2 വര വരയ്ക്കുക. കുറച്ച് കൊണ്ടുവന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വര ഭജനം നടത്തുക. എന്നോട് ചോദിച്ചാൽ വല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കുക.
ചോദിച്ചാൽ പറഞ്ഞാൽ മതി. പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം ചോദിച്ചാൽ പറയാം, വെച്ചില്ലെങ്കിൽ പറയാൻ പോകണ്ട. മറ്റുള്ളവർക്ക് വഴിമാറി ഒതുങ്ങി സ്വസ്ഥവും ശാന്തവുമായിട്ട് അനവധി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈശ്വരഭജനോ ഒക്കെ ആവും ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് തൻ്റെ ആരോഗ്യസ്ഥിതി, പ്രായസ്ഥിതി, മനസ്ഥിതിയൊക്കെ നോക്കി പുതിയ തലമുറയ്ക്ക് അവർക്ക് അനുവദിച്ച് കൊടുക്കുക. അവരായിക്കോട്ടെ എന്നതൊക്കെ വഴിമാറി കൊടുക്കുക എന്ന് പറയുമല്ലോ, അതാണ് സന്യാസം. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ചിരോമുണ്ടനം ചെയ്ത് ആശ്രമത്തിലോ കാട്ടിലോ, ഇപ്പോൾ കാടില്ല, ആശ്രമം മുഴുവൻ ശരിയൊന്നുമല്ല, അവിടെ ഈ രാഗദ്വേഷാദികൾ. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സന്യാസ മാർഗം അവലംബിക്കുക എന്നേ ഇപ്പോൾ പറയാൻ പറ്റൂ. അതിൽ തെറ്റില്ല എന്നാണ് അറിവുള്ളവർ വേണം. സന്യാസം എന്ന് പറഞ്ഞാൽ കാവ്യ എടുത്ത് ആശ്രമത്തിൽ പോയി നിയമപ്രകാരം സ്വീകരിക്കൽ അല്ല. അത് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, അർജുന എം സന്യാസം ഇതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ. എന്താ അർത്ഥം? സന്യാസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. കാവ്യ ഉടുക്കണം എന്നില്ല, ശിരോമുണ്ടനം ചെയ്യണം എന്നില്ല. യോഗം തന്നെയാണത്. യോഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സാധാരണ ജീവിതം തന്നെയാണ് സന്യാസം. യോഗം തം വിദ്ധി പാണ്ഡവ. നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് സന്യസിക്കുക, കർമ്മം ചെയ്യാതെ സന്യസിക്കുകയല്ല, കർമ്മം ചെയ്തിട്ട് സന്യസിക്കുക. രണ്ട് തരമുണ്ട് സന്യാസം. ഒന്ന് പ്രവൃത്തി കൂടെ ഈശ്വരനിലെത്തുക, ഒന്ന് പ്രവൃത്തി വിവാഹം കഴിക്കാണ്ട് പ്രവൃത്തിയെ വിട്ട് ഈശ്വരൻ. രണ്ടിനെ എവിടെ എത്തണം? ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ബന്ധമില്ലാണ്ടിരുന്നാൽ മതി. ആ പ്രവൃത്തി നമുക്ക് ബന്ധകാരണമാവില്ല. എല്ലാ പ്രവൃത്തിയും വിട്ടു മനസ്സെപ്പോഴും ഇതിലാണെങ്കിലോ, കർമ്മത്തിലോ, സ്ത്രീയിലോ, ധനത്തിലോ, വീടിലോ ആണെങ്കിലോ, ഞാൻ കർമ്മം വിട്ടു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മനസ്സാണോ ഒതുങ്ങേണ്ടത്? അത് തന്നെ സന്യാസം. പാൻറ് ഇട്ടവന് സന്യാസിയാവാം, ബൈക്ക് ഓടിക്കുന്നവന് സന്യാസിയാവാം, കാർ ഓടിക്കുന്നതിന് സന്യാസിയാവാം, എൻജിനീയർക്ക് സന്യാസിയാവാം, അധ്യാപകന് സന്യാസിയാവാം, ഗൃഹസ്ഥന് സന്യാസിയാവാം. ഗൃഹസ്ഥന് സന്യാസിയാവേ? അതെ. പത്നിയുള്ളവർക്ക് സന്യാസം നിഷേധിച്ചിട്ടൊന്നുമില്ല. അതൊക്കെയാണ് തെറ്റിദ്ധാരണ. ഭാര്യയുള്ള സന്യാസി, ഭാര്യ ഇല്ലാത്ത സന്യാസി. ശരിയാണ്, ഭാര്യ ഇല്ലാത്തവർ മാത്രം സന്യാസി. സന്യാസം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല സന്യാസി, അത് തെറ്റാണ്. ഭാര്യ ഇല്ലാത്ത സന്യാസമാണ്, കല്യാണം കഴിക്കാത്ത സന്യാസിന്. ഭാര്യ ഉള്ള സന്യാസമാണ്, ഭാര്യ ഉള്ളവരുടെ സന്യാസം എന്നേ ഉള്ളൂ. രണ്ടും സന്യാസമാണ്, മനസ്സിലാക്കണം. ഭാര്യയുള്ള സന്യാസിയാവാം, ഭാര്യ ഇല്ലാത്ത സന്യാസി. ഭാര്യയുള്ള സന്യാസിക്ക് കാവ്യ കൊടുക്കുന്നില്ല, പക്ഷെ അവൻ സന്യാസിയാണ്. ഭാര്യയുണ്ട്, തലമുണ്ടനം ചെയ്തിട്ടില്ല, ഗുരുദാക്ഷമാലിയില്ല, ഒന്നുമില്ല, പക്ഷെ അവൻ സന്യാസിയാണ്. എങ്ങനെ? മനസ്സുകൊണ്ട്. മറ്റത് ഭാര്യ ഇല്ലാത്ത സന്യാസമാണ്, അത്രയേ ഉള്ളൂ. ഭാഗവതം അങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ടത്. സന്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊന്നുമല്ല. നമ്മുടെ മനസ്സ് ഈശ്വരനിലെത്തൽ തന്നെയാണ് സന്യാസം. ഈ 4 ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലായി. ഇനി ഏതാണ് വിധി? ഏത് തരത്തിലുള്ള ആശ്രമമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള വർണ്ണമായിക്കോട്ടെ, ഈശ്വരനെ ഭജിക്കണം ഈ കിട്ടിയ ശരീരം കൊണ്ട് എന്നുള്ള തത്വത്തെ അടുത്ത അധ്യായത്തിലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യജ്ഞസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.